ഇപ്രാവശ്യത്തെ മേളയിലെ പ്രത്യേകത വനിതാ സിനിമകൾക്ക് സ്ത്രീ സിനിമയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇന്നലെ ഞാൻ 3 സിനിമ കണ്ടിരുന്നു. അതിൽ സ്റ്റിൽ ഐ ആം ഹിയർ എന്ന് പറഞ്ഞ സിനിമ ഒരു ബ്രസീലിയൻ സിനിമയാണ്. അത് ഭയങ്കര ഫീൽ ചെയ്ത സിനിമ എനിക്ക് തോന്നി. ഇന്നത്തെ ഉദ്ഘാടന സിനിമ അതായിരുന്നു കാണിച്ച സിനിമ. അതിലേ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലുണ്ടായ ഒരു അനുഭവമാണ് രാജൻ അപ്രത്യക്ഷമായത്. അതുപോലൊരു സംഗതിയായിരുന്നു ആ സിനിമയിൽ. മനുഷ്യർ ഈ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ ഘട്ടങ്ങളിൽ അപ്രത്യക്ഷരാകുന്ന മനുഷ്യരാണ് ആ സിനിമയുടെ തീം. ആ സമയത്ത് അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ തീവ്രമായി ആ സിനിമയിൽ നിന്ന് കാണിച്ചത്. പിന്നെ ഇന്നലെ രാവിലെ കണ്ടത് ലവബിൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഭയങ്കര നമ്മുടെ ഈ മനുഷ്യരുടെ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ഫാമിലി ബന്ധങ്ങളിൽ സ്ത്രീ പുരുഷന്മാരും അവരുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് രണ്ടുപേരുടെ കാഴ്ചപ്പാട്, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ തീവ്രമായിട്ട് ആ സിനിമ കാണിച്ചിരുന്നു. പിന്നെ ഒരു സിനിമ അതൊരു നോർവേ സിനിമയാണ്. വളരെ എഫക്റ്റീവായി വളരെ ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ കഥാപാത്രം. പിന്നെ ഒരു സിനിമ ഞാൻ കണ്ടത് ബേബി എന്ന് പറയുന്നത് ബ്രസീലിയൻ സിനിമയാണ്. അതും വളരെ 18 വയസ്സായ ഒരു കുട്ടി ചെറുപ്പക്കാരൻ യുവനൈൽ ഹോമിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് അയാളുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടാവില്ല. ആ സമയത്ത് അയാൾ പെട്ടുപോകുന്ന കൂട്ടുകെട്ടും അതിനുശേഷം അയാൾ ഉണ്ടാക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ് സിനിമ. ഇന്നലെ കണ്ട 3 സിനിമകളും ആ സിനിമയോട് അല്ല കഥാപാത്രങ്ങളോടൊക്കെ വളരെ ഗംഭീരമായ അപ്രോച്ചാണ് നടീനടന്മാർക്ക്. ഒരു അഭിനേതാവെന്ന നിലയിൽ നമ്മൾ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ സിനിമയിൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം. സിനിമ നമുക്ക് എപ്പോഴെങ്കിലും ഒരു കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മളെങ്ങനെ നന്നാക്കാൻ പറ്റുമെന്നുള്ളൊരു രീതിയിലാണ് സിനിമ കാണുന്നത്. അതിൻ്റെ തീമുകളൊക്കെ ഓരോ കഥാപാത്രങ്ങൾ ആ സിനിമയെ എങ്ങനെ അവരെ കഥാപാത്രങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നത് വളരെ സൂക്ഷ്മമായി നോക്കാൻ പറ്റുന്നൊരു അവസരം ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവൽ ഇത് ഇപ്രാവശ്യം ഉപയോഗിക്കാൻ വിചാരിക്കുന്നത്. നേരത്തെ ഒരു സിനിമ കാഴ്ചക്കാരനാണെങ്കിൽ ഇപ്പോൾ സിനിമയിൽ കണ്ടന്റുകൾക്ക് പുറമെ അഭിനേതാക്കൾ അവർ ആ കഥാപാത്രത്തോടെ എങ്ങനെ നീതി പുലർത്തുന്നുള്ളതാണ് വളരെ ഗംഭീരമായിട്ട്.